ഞാനൊരു സൂപ്പർമാനാ വന്നിരിക്കുന്നത് ഇതൊക്കെ കണ്ടപ്പോ. പറയടാ, ഇന്നലത്തെ ഒരു ടോപ്പിക് കണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിൽ. എന്തുവാ പുള്ളി ഇട്ടത്? ആരിട്ടത്? ഞാൻ കണ്ടില്ല. എന്നെ വിളിച്ചിട്ട് ഇപ്പൊ വരുവാണ്. കണ്ടോന്ന് നിന്നെ ചീത്ത വിളിച്ചോ? ചീത്തയല്ല, ഒറിജിനല്ലെന്ന് പറഞ്ഞു. 7000 രൂപ തന്നൊക്കെ പറഞ്ഞത് വീഡിയോ അല്ല. എന്താ പറയാനെ പറ്റി നിങ്ങൾ തമ്മിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് നിങ്ങൾ അണ്ണൻ ഭയങ്കര കലിപ്പിലാണ്. ഭയങ്കര വെർജിനിറ്റി നഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പറയാം. കാരണം നമ്മൾ ടെസ്റ്റ് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. മനസ്സിലായോ? കാരണം ഇന്ന് ഞാൻ ഹോസ്പിറ്റലിൽ വിളിച്ചു ചോദിച്ചു, ടെസ്റ്റ് ചെയ്യാൻ പോവാ. ഒരു ഡോക്ടറിനൊക്കെ വിളിച്ചു. ഡോക്ടറെ വിളിച്ചിട്ട് ചോദിക്കണുണ്ടായിരുന്നു എന്ന് ചെക്ക്. ശാരീരികമായിട്ട് പറ്റേ ഫിസിക്കലി ഒരു ബന്ധം ഉണ്ടായാലല്ലേ ഇത് കാര്യം വെർജിനിറ്റി പോവുള്ളൂ. അല്ലാതെ വെറുതെ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ. പക്ഷെ അണ്ണൻ പറഞ്ഞ അങ്ങനെയല്ലോ. അണ്ണൻ പറഞ്ഞ അല്ലല്ലോ, അങ്ങനെയല്ലോ പറഞ്ഞത്. കാരണം അണ്ണൻ പണ്ടേ ബാലയുടെ ടോപ്പിക്കില് ചാനൽ ചേട്ടന് വിഷയം ഉണ്ടായില്ല. എനിക്കറിയത്തില്ല. അപ്പൊ അങ്ങനത്തെ വിഷയം ഉണ്ടായി, സംഭവം ഉണ്ടായി. അപ്പൊ ബാല മറ്റേ പുള്ളിനെ വിളിപ്പിച്ചിരുന്നു, ആക്ടർ ബാലെ. പുള്ളി വീട്ടിൽ വിളിച്ചിട്ട് കുറച്ച് ഉപദേശം കൊടുത്തു. അപ്പൊ പുള്ളിക്ക് എന്തോ ഗുളി കഴിക്കണമെന്ന് പറഞ്ഞിരുന്നു അന്നത്തെ ഒരു വീഡിയോയില്. അപ്പൊ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചല്ലെന്ന് എന്താ ഉണ്ടായെന്ന് പറയട്ടെ. ചേട്ടപ്പാ, അത് ബ്രൈറ്റ് എന്ന് പറഞ്ഞ ആളുടെ മറ്റേ ഞാൻ ആണല്ലേ. പുള്ളി അനാവശ്യമായിട്ടൊരു ടോപ്പിക്ക് എന്നോട് ചോദിച്ചു, മമ്മൂക്ക നീ കോമാളി എന്നൊക്കെ പറഞ്ഞ് കളിയാക്കി. അപ്പോൾ ഞാൻ പെട്ടെന്ന് പറഞ്ഞു ഈ മമ്മൂക്കൻ്റെ ലാലേട്ടനെ പണ്ടത്തെ സിനിമകൾ കോമാളത്തിലുണ്ടെന്ന്. അപ്പോൾ അത് ഷൂട്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ പണിയാവുന്ന ഓർത്തുകൊണ്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പിടിച്ചിട്ട് പറഞ്ഞു, ഈ ബൈറ്റോ ക്ലിപ്പോ നെറ്റിലോ മൊബൈലോ വന്നാ നിന്നെ പീസ് ആക്കും. അത് ദേശത്തിൽ പറഞ്ഞതാ. എന്നെ പോലത്തെ ഒരു താരടിപ്പൊക്കെയുള്ള ആള് ഭീഷണിപ്പെടുത്തി എന്തോരം ഉണ്ടാവും. കാരണം ഞാൻ ഭീഷണിപ്പെടുത്തപ്പോ ആൾക്കാർക്ക് അറിയാം. ഇത് കഴിഞ്ഞപ്പോ ഞാനൊക്കെ ചെന്നപ്പോ ബ്രൈറ്റ് പറഞ്ഞു, ചേട്ടാ ഞാൻ ചെറിയൊരു വീഡിയോ പിടിച്ചിടുവാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്നെ പൊന്നാ നിങ്ങൾക്ക് എന്നാ പറ്റിയെന്ന് വെച്ചപ്പോഴത്തേക്ക് ഇവൻ കയറി വന്നു. ഇവന്മാർ മുമ്പിൽ അങ്ങോട്ടും ഇവൻ പറഞ്ഞു വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ പ്രശ്നമാണെന്ന് പറഞ്ഞു. അവിടെ കിടന്ന ഹോട്ടലിൽ കിടന്നിട്ട് ഒരു ഇത്. അപ്പോൾ ഹോട്ടലുകാരൻ പറഞ്ഞു, നിങ്ങൾ അവിടെ കിടന്ന് ഉണ്ടാക്കാണ്ട് വെളിയിൽ പോയിട്ട് എന്നാന്ന് വെച്ചാൽ പറയാൻ പറഞ്ഞു. അവിടെ ആൾക്കാർ ഫുഡ് കഴിക്കാതിരിക്കുമല്ലേ. എന്നിട്ട് വെള്ളി ഉണ്ടായ സംഭവം പറയട്ടാ. എന്നിട്ട് വെളിയിൽ ചെന്നപ്പോൾ ബ്രൈറ്റും ഇവനങ്ങളും കൂടി ആ ഓടുപാട് ഉന്തും തള്ളുമായി തെറിവിളിയായി. ആ തെറിവിളിയാണ് വീഡിയോ ആയിട്ട് വന്നത്. അണ്ട് കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് പരാതി കൊടുത്തു. സോൾവായി. ഇപ്പൊ നല്ല സുഹൃത്തുക്കളാ, ഇപ്പൊ കൂട്ടുകാരായി വീണ്ടും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പൊ ആറട്ടെണ്ണായിട്ട പ്രശ്നം. ബ്രൈറ്റ് ആയിട്ട് കുഴപ്പമില്ല, പ്രശ്നത്തിലാ ചെറുതായിട്ട്. കാരണം പുള്ളി ഇപ്പൊ എന്റെ ആറട്ടെണ്ണ ലിപ് ലോക്ക് രംഗമില്ലേ, ഞാനാണ് എഡിറ്റ് ചെയ്തതെന്ന്. എനിക്ക് സാധാരണ എന്റെ റിവ്യൂ പോലെ എഡിറ്റ് അറിയാൻ പാടില്ല, കറക്റ്റായിട്ട് ലിപ്പ് സിങ്ക് അറിയാൻ പാടില്ല. അത് നമ്മുടെ നിഷ ഇടുക്കി എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുള്ളതല്ലേ, പുള്ളിക്കാരുടെ ചാനലിലാണ് ഇവർ ഇട്ടത്. അപ്പോൾ അവരുടെ ഇതിൽ നിന്നാണ് കട്ട് ചെയ്തെടുത്തേക്കണത്. അപ്പോൾ അവരത് കംപ്ലൈൻറ്റ് കൊടുക്കുമെന്ന് പറയാൻ പറഞ്ഞു. അത് നിങ്ങളുടെ ഇഷ്ടം, നിങ്ങളുടെ ഇതിൽ കട്ട് ചെയ്തെടുത്തോണ്ട് ആരായാലും സൈബർ സെല്ലിൽ അന്വേഷിച്ചാൽ കിട്ടുമെന്ന് പറഞ്ഞു. കാരണം എനിക്ക് കിട്ടുന്ന പൈസകൾ ഇപ്പം മീഡിയക്ക് ഭക്ഷണം വെച്ച് കൊടുക്കാനും എനിക്ക് ഭക്ഷണം മേടിക്കാനും ഡ്രസ്സ് മേടിക്കാനും ചില സമയത്ത് ഇല്ല അത് പൊട്ടത്തരം പറഞ്ഞ. കാരണം മീഡിയ ഇവനാണ് ഫുഡ് വാങ്ങി കൊടുക്കണത്. അതാണ് ഞാൻ കണ്ടേക്കണത്. മീഡിയക്കാർ ഇവനാണ് ഫുഡ് വാങ്ങി കൊടുക്കണത് ഞാൻ കണ്ടേക്കണത്. അപ്പം അതല്ലേ ഫുഡ് കിട്ടില്ല എന്നല്ലേ. അതെ എന്തായാലും മറ്റേ നമ്മുടെ വെർജിനിറ്റി എന്തായാലും നഷ്ടപ്പെട്ടിട്ടില്ല. കാരണം നമുക്കറിയാം നമ്മളെ വെർജിനല്ല എന്നുള്ളത്. പിന്നെ നമ്മൾക്കെതിരെ എന്തെങ്കിലും വീഡിയോ ഇപ്പോൾ ഒരു വന്നോന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മൾക്ക്, ഞാനും സന്തോഷ് വർക്കിയും കൂടിയേ ന്യൂഡായിട്ട് കിടക്കുന്ന വീഡിയോ ഒരുപാട് പിള്ളേരുണ്ടെന്ന് പറഞ്ഞു. മനസ്സിലായ? അപ്പം അങ്ങനെയൊക്കെ വീഡിയോ വരാൻ പോകുന്നുണ്ട്. പിന്നെ എൻ്റെ ഒരു മറ്റേ ലേഡിയായിട്ട് ഒരു വീഡിയോ അണ്ണൻ ഇടുമെന്ന് പറഞ്ഞു. അപ്പം അണ്ണൻ പേടിപ്പിക്കുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ളൊരു ഇപ്പോൾ കോൺട്രവേഴ്സി ലൈനിലൊക്കെ പോകുന്നത് എന്തിനാണ് ഇങ്ങനെയൊക്കെ വരുന്നതെന്ന് അറിയില്ല. ഞാൻ അണ്ണൻ പറഞ്ഞു അണ്ണൻ്റെ ന്യൂഡായിട്ടുള്ള വീഡിയോ ഉണ്ടെന്നാണ് ഇവൻ പറഞ്ഞത്. അതൊക്കെ ചുമ്മാ ചിലപ്പോൾ ഈ ഒരു തമാശയ്ക്ക് പറഞ്ഞതായിരിക്കും. അണ്ണന് പല ടൈപ്പ്, കാരണം ചില സമയത്ത് അണ്ണൻ ഹാപ്പി ആയിരിക്കും, ചില സമയത്ത് അണ്ണൻ ഭ്രാന്ത് കാണിക്കും, എന്നുവെച്ചാൽ ദേഷ്യപ്പെടും, അങ്ങനെയൊക്കെ ചെയ്യും. ചില സമയത്ത് മുകളിൽ നല്ല സന്തോഷമായിരിക്കും. ആണല്ലോ ആ രീതിയിൽ നിന്നോട് പറഞ്ഞായിരിക്കും. അത് നീ തെറ്റിദ്ധരിച്ചേക്കണെന്നാണ് എൻ്റെ അഭിപ്രായം, അല്ലേ? പുള്ളി തമാശയ്ക്ക് പറയും, പുള്ളി ആർട്ടിസ്റ്റുകളെ കുറിച്ച് പറയാറുണ്ട്, സുഹൃത്തുക്കളോട് പറയാറുണ്ട്. ഇപ്പം നമ്മുടെ
ദേ മാഷിനെ കുറിച്ച് പറയാറുണ്ട് അല്ലേ, ഇടയ്ക്ക് പറയാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫാൻ ബേസ് ചില സമയത്ത് കൂടാറുണ്ട് കുറയാറുണ്ട്. അതിനെ ചൊല്ലി ഒരു ഈഗോ ക്ലാഷ് കാണിക്കേണ്ട കാര്യമില്ല. എന്താ ഫാനോ? ഫാൻ ബേസ് അണ്ണാ വന്നണ്ണാ, ഇതൊന്നും പരിഹരിക്കണ്ട വന്ന്. ആറാട്ടോണ്ടന്റെ ഫാന് ഇവര് ഫാൻ ബേസ് കൂടുതലാണ്. അതിനെ കുറിച്ചൊന്ന് പറഞ്ഞാണോ പ്രേക്ഷകരോടൊന്ന് പറഞ്ഞേ. എനിക്കറിയത്തില്ല ആർക്കാടാ ഫാൻ ബേസ് കൂടുതൽ. കാരണം ലേഡീസ് ഒക്കെ രാത്രി 12 കഴിയുമ്പോൾ എന്നെ വിളിക്കാറുണ്ട്. അയ്യോ എന്റെ അളിയാ ലേഡീസോ? ലേഡീസ് അവര് കണ്ടിട്ടുണ്ടോ നേരിട്ട്? നേരിട്ട് കണ്ടില്ല, ശബ്ദം മാത്രം. ശബ്ദം കേട്ടപ്പോ തന്നെ വിളി തുടങ്ങി. കണ്ടു കഴിഞ്ഞാൽ എന്തോ ആയിരിക്കും അല്ലേ? ഫാനാണ്, റിവ്യൂസ് ഒക്കെ കാണാറുണ്ട്, 10 പ്രാവശ്യമൊക്കെ എടുത്ത് കാണാറുണ്ടെന്ന് പറഞ്ഞു. റിപ്പീറ്റ് വാല്യൂ ഉള്ള കണ്ടന്റ് ആണ് താങ്കൾ ചെയ്യുന്നതെന്ന് പറഞ്ഞു. കാരണം സിനിമയിലെക്കാളും കൂടുതൽ ഞങ്ങളിപ്പോൾ കാണുന്ന താങ്കളുടെ റിവ്യൂ ആണ്. റിവ്യൂ ഞങ്ങളിപ്പോൾ ചോറ് കഴിക്കുമ്പോൾ പോലെ റിവ്യൂ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞു ആൾക്കാരെ. അക്കുസി പോകുമ്പോഴായിരിക്കും ചുമ്മാ പറയാ. അല്ലെന്ന് കാരണം പണ്ടൊക്കെ TV സീരിയൽ കണ്ട് തിന്നും ആൾക്കാർ, ഭക്ഷണം കഴിക്കും. ഇപ്പൊ മൊബൈല് കക്കുസി കൊണ്ടുപോകുന്നോണ്ട് ഇതൊക്കെ കണ്ടിരുന്നത് ഒരു സംഭവം ഇവന് അണ്ണാ വീഡിയോ കാണിക്കുന്നുണ്ടെന്ന് പറയുന്നത് കേട്ടു. ഇവന് നഗ്നത പ്രദർശിപ്പിക്കണ്ടെന്ന്. ആ വീഡിയോ ചെയ്യുന്ന ആളുകള് നഗ്ന വീഡിയോ കാണിക്കുന്നത് ഇവൻ പേടിച്ച് കട്ട് ചെയ്യുന്നു, ബ്ലോക്ക് ചെയ്യുന്നു. അങ്ങനെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ വാട്സാപ്പിൽ വന്നിട്ട് നഗ്നത പ്രദർശിപ്പിക്കുന്നത്. കാരണം ന്യൂഡായിട്ട് നിൽക്കുവാന്ന്. കാരണം അത്ര വലിയ ഫാനാണെന്നാണ് പറഞ്ഞത്. മോശമാണ്. അത് കണ്ടിട്ട് പേടിച്ച് കട്ട് ചെയ്തു ഫോൺ ഒരു ദിവസം. അതായത് രാത്രി ഞാനൊരു ക്രിസ്ത്യാനിയാ. ആണോ? ക്രിസ്ത്യാനിയാണോ? അയ്യോ, ഞാൻ അപ്പൊ ആംഗ്ലോ ഇന്ത്യൻ രീതിയിലും ലാറ്റിൻ ആയിട്ടുള്ള ആൾക്കാരും ഞാൻ പറയണേ, ആ ഒരു നമ്മുടെ സഭക്കാര് നമ്മളെ ബഹുമാനിക്കാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പണ്ട് നമ്മളെ കൂടെ പഠിച്ച കുട്ടികള് നമ്മളെ കാണുമ്പോ ഇപ്പൊ മാറി നടക്കണേ. സഭയെന്ന് പറഞ്ഞ സഭയിലെ അച്ഛന്മാര് കുഴപ്പമില്ല. ഞാൻ പറഞ്ഞത് ഈ പെൺകുട്ടികളുണ്ടല്ലോ, പെൺകുട്ടികൾ നമ്മളെ കാണുമ്പോ ഒരു ക്രിഞ്ചടിപ്പിക്കുന്നുണ്ട്. എന്താന്ന് അറിയില്ല. നമ്മളെ കാണുമ്പോ ഒരു അറപ്പ് വല്ലായ്മ, അങ്ങനെ കാണുമ്പോ ഒരു എന്താ പറയാ വ്യക്തി പോലെയൊക്കെ തോന്നുന്നുണ്ടാവും. ചിലർക്ക് മൈൻഡ് വേറെയാ. കാരണം ഒരു അല്ല, കാരണം അത് അതിലേക്ക് ഞാൻ വരാം. കാരണം മറ്റേ ഇപ്പൊ ഞാൻ ബസ്സിൽ യാത്ര ചെയ്യാറുണ്ട്. കാരണം എന്നെ അത്യാവശ്യം എല്ലാവർക്കും അറിയാം യൂട്യൂബ്. ബസ്സിലോ? നീ ഇപ്പൊ മറ്റേ കാറ് വിളിച്ചവനെന്ന് പറഞ്ഞിട്ട് വീഡിയോ ഓട്ടോറിക്ഷയിലും കാറിലുമല്ലോ. പറഞ്ഞുതരാം. ഞാൻ തോമ്പുടി വരെ ബസ്സിലാ വരാം. തോമ്പുടി. അപ്പൊ തോമ്പുടി വരെ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ യൂബറിലോ തന്നെ അവിടുന്ന് കാറുണ്ടെന്ന് കാണിക്കാൻ വേണ്ടി, കാറിലാണ് വന്നതെന്ന് അറിയാൻ വേണ്ടി ഇതിലൂടെ വരുള്ളൂ പുള്ളി. വളഞ്ഞ മൂക്കി പിടിക്കുന്നവരല്ലേ അതുപോലെ. അങ്ങനെയുള്ള ആൾക്കാര് നമ്മളെ മുട്ടുരിമയൊക്കെ ഇരിക്കാറുണ്ട്. മനസ്സിലായോ? എവിടെ എങ്ങനെ? ഞാൻ ഇവിടെ ഇരിക്കുന്നു, മനസ്സിലായോ? അപ്പൊ ആ സീറ്റിലേക്ക് വേറെ പെൺകുട്ടി ഇരുന്നിട്ട് മുട്ടുരിമ ഇരിക്കും. അപ്പോൾ ഈ പാട്ട് തൊട്ടുരുമിയിരിക്കാൻ കൊതിയായി, നിന്നെ കട്ടെടുത്തു പറക്കാൻ കൊതിയായി, മുല്ലമുടി ചുരുളിൽ മുഖി. അങ്ങനത്തെ ഒരു പെരുമാറ്റം ചെയ്യുമ്പോൾ നമ്മളൊന്ന് അതെ, ചെറിയ സീറ്റ് മിണ്ടാൻ പേടിയാ. ചെറിയ സീറ്റ് ഒതുങ്ങിയിരിക്കണം, അറിയാലോ. മിണ്ടാൻ പേടിയാ. ചിലര് മറ്റേ ഒരാള് ഒരു വല്യപ്പൻ്റെ കൂടെ ഇരുന്നപ്പോ വല്യപ്പനെ ജോൺസൺ എന്ന പേര്, വല്യപ്പന്റെ ജോൺസൺ. ജോൺസൺ മാഷിന്റെ ഒരു ഓർമ്മ ആണോ? അങ്ങനെയാണോ ജോൺസൺ? അപ്പൊ ആ ജോൺസൺ ഇരുന്നപ്പോ ഒരു പെണ്ണ് മറ്റേ ചേട്ടനോട് പറഞ്ഞ്, ചേട്ടാ ഒന്ന് എണീക്കോ, എനിക്ക് ഇരിക്കണം വൽജോസിന്റെ ഒപ്പം. ഞാൻ ഓർത്ത് മറ്റേ എന്താ വലിയ സംഭവം അല്ലാന്ന് തോന്നുന്നു. കാരണം ഇങ്ങനെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം അല്ലാന്ന് അഹങ്കാരമല്ല. ഒരു കാര്യം പറയാം, എണീക്കാൻ പറഞ്ഞപ്പോ എണീറ്റുമില്ല പുള്ളി. എന്നാ ഇന്ന് ഇരുന്നോ, ഉപ്പക്ക് വയ്യ, എന്നാലും മോളിൽ ഇരുന്നോ എന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് ഇരുന്നു, ഒരു സെൽഫി എടുത്തു, ഒരു 10 സെക്കൻഡ് ഇരുന്നു തോന്നുന്നു എളുപ്പം. നിന്റെ കൂടെ ഇരുന്ന് ഫോട്ടോ എടുത്തു. അതായത് മമ്മൂട്ടി, ലാലേട്ടനൊക്കെ അവരെ പോലും ദിലീപേട്ടൻ അവരൊക്കെ ഉള്ള കാലം അത് തന്നെ. ബസ്സിൽ ഇരുന്നോണ്ട് അടുത്ത ദിലീപ് ജനപ്രിയൻ. പണ്ടൊരു സിറ്റുവേഷൻ ഞാൻ പറയാം. പണ്ട് ക്ലാസ് റൂമിൽ ഫോട്ടോ എടുക്കും. ആരാധകര് കണ്ടില്ലേ?
നോക്കിയതേ സ്കൂളിൽ പഠിക്കുമ്പോഴേ സ്കൂൾ ഫോട്ടോ എടുക്കാറുണ്ട്. അപ്പൊ സാധാരണ ആരാധകരെ കണ്ടോ ഫോട്ടോ എടുക്കാൻ വേണ്ടി മത്സരിക്കുന്നത് കണ്ടോ. ഇതുണ്ടോ ഇത്ര ഫാൻസാണ് നമ്മുടെ പെരേരയ്ക്ക്. അടുത്ത ദിലീപാണ്, അടുത്ത ടൊവീനയാണ്. കണ്ടില്ലേ കത്തിക്കയറുവാണ് കണ്ടോ. കോളേജ് കുട്ടികൾ വരെ മത്സരിച്ച് ഫോട്ടോ എടുക്കുകയാണ്. ഏത് നടന് സാധിക്കും കണ്ടോ, ഏത് നടന് സാധിക്കും കണ്ടോ, ഏത് നടന് സാധിക്കും അനിമാഷേ, ഏത് നടന് സാധിക്കും. ഒരു കോളേജ് മൊത്തം ഇളകി വന്നിരിക്കുകയാണ് അലിജോസ് പെരേര കാണുവാൻ കണ്ടോ. അപ്പൊ ഈ മനെ സത്യമല്ലേ. അപ്പാപ്പൻ വരെ ഫോട്ടോ എടുത്തു. അപ്പാപ്പ ആ അത് ചിലപ്പോ സന്തോഷമുള്ള ചിരിയാണോ. അതിനെപ്പറ്റി ഞാൻ പറയാം. കാരണം കഴിഞ്ഞ ദിവസം മെഗാസ്റ്റാർ മമ്മൂക്ക നമ്മള് എല്ലാരും ആദരിക്കുന്ന അംഗീകരിക്കുന്ന മനുഷ്യനാണ് ചേട്ടൻ. എപ്പോഴും അതല്ല ഇവിടെ പറ സാർ അങ്ങോട്ടും ഇങ്ങോട്ടും മമ്മൂക്കനെ പറ്റി സിനിമകളെ പറ്റി എടാ ഓണത്തിനിടയ്ക്ക് ഫുഡ് വെച്ചല്ല. അപ്പൊ മമ്മൂക്കന്റെ കൂടെ ഒരു പെൺകുട്ടിയെ ഫോട്ടോ എടുത്തിട്ടെ ഞാൻ നോക്കിയപ്പോ ഭയങ്കര ചിരി. അപ്പൊ ഞാൻ എന്നെയും മമ്മൂക്കേനെയും ഫോട്ടോ എടുക്കുമ്പോൾ ആൾക്കാർ എങ്ങനെയാ നടന്മാരെയും ചിലപ്പോൾ ചില ആൾക്കാർ ഒരു കളിയാക്കൽ രീതിയിലേക്ക് കാണുന്നുണ്ട് ചില സമയത്ത്. അവർക്ക് തോന്നുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇവനെ ഉദ്ദേശിച്ചത് മമ്മൂക്കാനെ ഇവനെ ഒരുപോലെയാണ് കാണുന്നതെന്നായിരിക്കും ഞാൻ പറഞ്ഞത്. രണ്ടും പോലെയാണ് കാണുന്നത്. പക്ഷെ ചിലവര് നമ്മളെ കാണുമ്പോൾ ഓവർ ശരിയാണ്. മമ്മൂക്കരെ കാണുമ്പോൾ ഒരു മിനിറ്റ് ചിരിക്കും, മമ്മൂക്കരെ കാണുമ്പോൾ 1 മിനിറ്റ് ചിരിക്കും, എന്നെ കാണുമ്പോൾ അത് ബഹുമാനത്തോടെ ചിരിയായിരിക്കും. പക്ഷെ അത് നോൺ സ്റ്റോപ്പ് ആയി പോയി. നമ്മുടെ ലേലത്തിൽ പറഞ്ഞോളെ ഇറവറൻസ് അല്ലേ അങ്ങനെയൊന്നും പറഞ്ഞോളെ. അങ്ങനെയായിരിക്കും നമുക്ക് വൈറലാവാൻ വേണ്ടി. ഓ അങ്ങനെയല്ലേ. വൈറലാവാം. വീട്ടിലല്ലേ, വീട്ടിൽ സിനിമ ഇല്ലാണ്ടിരിക്കുന്ന ആൾക്കാർ കാണുമല്ലോ. തീർച്ചയായിട്ടും അല്ലേ അല്ലേ. അത് ചോദ്യമാണ്. അതെ പറഞ്ഞോ. ആറാട്ട് വിളിച്ചു പറഞ്ഞപ്പോ സത്യാണോ? അല്ലേ വെർജിനാണോ? ലുലു എന്ന് പറഞ്ഞ ഒരു ക്ഷേത്രമാണ്. നമ്മള് എന്താ പറയാ ശാരീരികമായിട്ട് ഡീപ്പായിട്ട് എടുത്തിട്ടില്ലല്ലോ ആളുമായിട്ട്. അതൊക്കെ എനിക്ക് ഓർമ്മയില്ല. വിളിക്കും ഓർമ്മയില്ല. ട്രാപ്പാണോ തെളിവായിട്ടൊക്കെ വരുവാൻ ചാൻസ് ഉണ്ടാവും. വരട്ടെ. നമ്മള് പ്യൂർ വെജിറ്റേറിയൻ അല്ലേ. തക്കാളി സാമ്പാർ ഒരു പ്രേക്ഷകൻ നിലയില് വിശ്വസിക്കും ഉണ്ടോ ഫാൻ ആരാധന. മറ്റേ ഇന്നലെ ലൈവ് ഇട്ട് പറഞ്ഞപ്പോ കള്ളവടിക്ക് പോയെന്ന് പറഞ്ഞപ്പോ ഒരുപാട് പേര് മെസ്സേജ് ചോദിച്ചാൽ കൊണ്ടും പറ്റൂലെന്ന് പറഞ്ഞു. അണ്ടിയിലെന്ന് പറഞ്ഞു. അണ്ടിയൊക്കെ ഉണ്ട്. നമ്മള് ബന്ധപ്പെടാത്ത ഇവിടെ കൂക്കു എന്നുള്ള സൗണ്ട് വരണം കേട്ടോ. ഇവിടെ കൂക്കു ഇവിടെ കൂക്കു എന്നുള്ള സൗണ്ട് വരണേ അണ്ണാ. കൂക്കു എന്നുള്ള സൗണ്ട്. അണ്ണൻ പറഞ്ഞു, ഞാൻ ചോദിച്ചു അണ്ണ എന്തിനാണ് ഇങ്ങനത്തെ പോസ്റ്റർ ഇടണെന്ന് വെച്ചപ്പോൾ അണ്ണൻ പറഞ്ഞു, എടാ എൻ്റെ ഫോണ് രാത്രിയാകുമ്പോൾ ആരോ എടുത്തോണ്ട് പോയിട്ട് പോസ്റ്റർ ഇടണേന്ന് അണ്ണൻ പറഞ്ഞത്. അപ്പൊ ഞാൻ പറഞ്ഞു മാലാഖിയാണോ അണ്ണ? ആന്നറിയില്ലാന്ന്. ആരോ മനഃപൂർവ്വം എടുത്തോണ്ട് പോണേന്ന് അണ്ണ ഉറങ്ങുമ്പോ. കണ്ണനെ പറ്റി നമ്മൾ മോശം പറയാറില്ല. ഇപ്പൊ എന്നെ പറ്റി മോശം പറഞ്ഞിട്ട് ഇങ്ങനെ നടന്നാലും നടന്നില്ലെങ്കിൽ ഇങ്ങനെ വിളിച്ച് പറയുന്നത് തെണ്ടിത്തരം എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. അല്ല, ഇതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ലൈഫാണ്. പക്ഷെ പിറ്റേ ദിവസം ഫുഡ് കഴിക്കുമ്പോ അണ്ണ ചുമ്മാ പറഞ്ഞാണ് കോഴിക്കാലത്ത് നിന്ന് കടിക്കുമ്പോ പറ്റി ഒരു വാക്കുപോലെ ഞാൻ വരൂല. തീർച്ചയായിട്ടും നിന്നെ കുറ്റം പറഞ്ഞത് നല്ല പറഞ്ഞ പെരേര എന്നാണ് പുള്ളിയുടെ തുമ്പത്ത് തന്നെ, നാവിൻ തുമ്പത്ത് അല്ലേ? ആണോ? അല്ലേ
പെരേര എന്നാണ് പുള്ളിയുടെ പേര്. പറ്റി കുറ്റം പറഞ്ഞാൽ അതെനിക്ക് റീച്ചാ. ഞാനും ചിലപ്പോൾ സ്റ്റോറി ഇടാറുണ്ട്. ഇന്നലത്തെ പോയിന്റ് മാത്രം എനിക്ക് വലിയ ഗുണമില്ല. ഗുണമില്ലെന്നോ? ഇന്നലത്തെ പോയിന്റ് ഗുണമില്ലെന്ന് കള്ളപടിക്ക് പോയെന്ന് പറഞ്ഞ ഗുണമില്ലായിരുന്നു. അതറിയാറോ? അറിഞ്ഞോ? പെരേര കള്ളവടിക്ക് പോയി എന്ന് പറഞ്ഞു. ഇപ്പൊ ഒരുപാട് പേര് ഇപ്പൊ താല്പര്യം അറിയിക്കുന്നുണ്ട് നമ്മള് അവരുടെ കൂടെ ലിവിംഗ് ടുഗദർ ലൈഫിൽ പോകാത്തോണ്ടാണ്. ഒരുപാട് പേര് വിളിക്കുന്നുണ്ട്. ഇല്ല എടാ, ഒരു നമ്പർ ഒരു ചാൻസ് നമുക്ക്, അല്ല ഒരു ചാൻസ് എങ്കിലും നമുക്ക് തരാൻ പറ്റുമോ? നമ്മളാദ്യം റിസോർട്ടറോ അല്ല ഞാൻ കെട്ടും, അല്ലാണ്ട് കെട്ടുന്നുള്ളവരോട് നമുക്ക്. ഇവൻ പറയണെന്ന് പറഞ്ഞാൽ ഗൾഫിലാണ് ഇവനുള്ള പെണ്ണെന്നാണ് പറഞ്ഞത്. അപ്പൊ ഈ പെണ്ണ് അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാവും. ഓൺലൈനിൽ വരുന്നതൊക്കെ അണ്ണൻ പറഞ്ഞ് ഇവിടെ ആ പെണ്ണറിഞ്ഞ പ്രശ്നമാവുമല്ലോ. അണ്ണൻ പറഞ്ഞ ആ പെണ്ണറിഞ്ഞ പ്രശ്നമാവും. വരുന്ന പെണ്ണുങ്ങളൊക്കെ ഒരു പെണ്ണ് മെസ്സേജ് വോയിസ് ഞാൻ കേട്ടു. ഇതൊക്കെ സത്യമാണോ? ഇത് ആരാണ് പുള്ളി? എന്തിനാ പറയുന്നത്? ആരാണത്? കൂട്ടുകാരിയാണോ? ഒരു വോയിസ് എന്തിനാണ് ആറാട്ടം അങ്ങനെ പറഞ്ഞ്? അത് മോശമല്ലേ? അതായത് അങ്ങനെ വീഡിയോ ഇടാമെന്ന് വെച്ച്. ഞാൻ ആറാട്ടനേക്കാളും ലേഡീസ് ഫാൻസുള്ള എനിക്കാന്ന് തോന്നുന്നു പറയാം. കാരണം പുള്ളിയുടെ അടുത്തേക്ക് വരുന്ന ആൾക്കാർ മാത്രമേ പുള്ളിനെ കാണുന്നുള്ളൂ. പക്ഷെ ഒരുപാട് രാത്രി ഫോൺ വിളിക്കുന്ന ആരാധകൻ. അത് കാരണം നമ്മള് അങ്ങോട്ട് പലരോടും ക്രഷ് പറഞ്ഞിട്ട് പലരും പ്രപ്പോസൽ നിരസിച്ച. പക്ഷെ ഇപ്പോൾ ഇങ്ങോട്ട് പല ഓഫറും വരുന്നുണ്ട്. പക്ഷെ എനിക്ക് എൻ്റെതായിട്ടുള്ള രീതി ഒരു എന്താ പറയുക, എൻ്റെ ഒരു പക്വതയായിട്ടുള്ള നാളെ ഒരു സിനിമ ചെയ്യാണ് പുള്ളി. നാളെ ചോല വിസ്കി എന്ന് പറയുന്ന സിനിമയിൽ അഭിനയിക്കാൻ പുള്ളി പോവാണ്. നല്ലൊരു ക്യാരക്ടർ വേഷം ചെയ്യുകയാണ്. കാരണം ഇത്ര നാളെ പരിഹാസങ്ങളൊക്കെ ഏറ്റുവായെങ്കിലും നല്ലൊരു വേഷം ഒരു സിനിമയിൽ കിട്ടുകയാണ്. നാളെ ഷൂട്ട് കാരവാനോ ഓട്ടോറിക്ഷ എന്തെങ്കിലുമൊക്കെ അവിടെ കാണും. ചിലപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു പാവപ്പെട്ട വീട്ടിലായിരിക്കും താമസമൊക്കെ. എന്നാലും അത് പോട്ടെ, എന്ത് പോട്ടെ, തമാശയല്ല. ഒരു വേഷം നിനക്ക് കിട്ടുന്നതിൽ നന്ദി പറയുക. റിയാസ് മുഹമ്മദ് എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ പുതിയ സിനിമയിൽ പക്ഷെ ഇതില് ഒരു ക്യാരക്ടറാണ് അതിൽ ചെയ്തെങ്കിൽ ഇതിലൊരു ക്യാരക്ടർ വേഷമാണ് പെരേരയ്ക്ക്. ഒരു പാട്ട് സീനിൽ 1-2 സീനിലൊക്കെ ആഡ് ചെയ്യും. പുതിയ പുതിയ ഡ്രസ് ഇടാൻ പറ്റുന്നുണ്ട്. എല്ലാ ദിവസവും പുതിയ പുതിയ ഫാഷൻ ഡ്രസ് തീർച്ചയായിട്ടും നല്ല കാര്യമാണ്. അതിനെ കുറിച്ച് പറഞ്ഞതെന്ന് വെച്ചാൽ പുള്ളിക്ക് എന്ന് കല്യാണ പരിപാടി ഉണ്ട്, വീഡിയോ ചെയ്ത് കൊടുക്കുന്നുണ്ട് അല്ലേ? അല്ലേ? ആരാ? ആ അണ്ണൻ, നമ്മുടെ പ്രിയപ്പെട്ട അണ്ണൻ പോണുണ്ടോ? അണ്ണൻ പോണുണ്ടോ? കടൽ കാറ്റിൻ നെഞ്ചിൽ ആണോ? അയ്യോ, ഇങ്ങോട്ട് വരുമോ? ഇങ്ങോട്ട് വന്നാ മറ്റേ റീല്. കടൽ കാറ്റിൻ നെഞ്ചിൽ കടലായി വളർന്ന് പോയാണോ?